വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നാലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്തേക്ക് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യങ്ങളുമായി മുനമ്പത്ത് സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ബുധനാഴ്ച വൈകിട്ട് 4-നാണ് അഭിനന്ദൻ സഭ. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, മുനമ്പം ജനത അവരുടെ പിന്തുണ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കിരൺ റിജിജുവിനുമെല്ലാം വലിയ രീതിയിലുള്ള പിന്തുണയാണ് മുനമ്പത്തെ ജനത ആ ദിവസം മുതൽ നൽകി വരുന്നത്. അതിന് പിന്നാലെ മുനമ്പത്തെ ജനതയെ കാണാൻ കിരൺ റിജിജു എത്തുകയാണ്. എന്നാണ് അദ്ദേഹം എത്തുന്നത്? മറ്റു പരിപാടികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, വലിയ ഒരു സ്വീകരണത്തിന് തന്നെയാണ് മുനമ്പൻ ജനത തയ്യാറെടുക്കുന്നത്. കാരണം അവരുടെ ആ ഒരു സഹന സമരത്തെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, എന്താണോ അവർ മുന്നോട്ട് വെച്ച അവരുടെ ഒരു ആവശ്യമാണ് വഖഫ് അധിനിവേശത്തിനെതിരായ പോരാട്ടം, ആ വഖഫ് വിരുദ്ധ നിയമം അതിന് പാസ്സാകണമെന്ന് തന്നെയായിരുന്നു. അത് പാർലമെന്റിൽ പാസ്സായിരിക്കുന്നു. ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രം ലഭിച്ചാൽ മതി. ഇതിന് പിന്നിൽ നിന്ന കേന്ദ്ര സർക്കാരിനും കേന്ദ്രമന്ത്രിമാർക്കുമെല്ലാം തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് അഭിനന്ദൻ സഭ സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൂടി എത്തുന്നതോടുകൂടി വലിയ ഒരു ആഹ്ലാദ തിമിർപ്പിൽ തന്നെയാണ് മുനമ്പൻ ജനതയുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അത് ഒടുവിൽ പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്നാൽ മറുഭാഗത്താകട്ടെ ഇടതു വലതു മുന്നണികൾ തങ്ങളോട് വലിയൊരു ചതിയാണ് ചെയ്തത് എന്ന ഒരു ബോധ്യവുമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം പല ഘട്ടങ്ങളിലും അവരുടെ പിന്തുണ മുനമ്പത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കാരണം കുടിയൊഴിയേണ്ടി വരുന്ന ഒരു ജനതയാണ്. വഖഫ് ഏത് ഭൂമിക്കും അവകാശവാദം ഉന്നയിച്ചാൽ മുന്നിലുള്ള ഏത് ഭൂമിയും തങ്ങളുടേതാണ്, അതൊരു കാലത്ത് വഖഫായിരുന്നു എന്ന് പറയുന്നതോടുകൂടി വഖഫിന്റെ അധിനിവേശത്തിലേക്ക് കീഴിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു സംജാതമായിരുന്നത് എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെ തങ്ങളും കുടിയൊഴിയേണ്ടി വരുന്നു. അതിന് ഒരു പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി നിയമം ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ചയ്ക്ക് വരികയും വോട്ടിലിടുകയും ചെയ്യുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട്, വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കണമെന്നായിരുന്നു അവർ ഇടതു വലത് മുന്നണികളുടെ എംപിമാരോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അവരുടെ ആവശ്യം പൂർണ്ണമായും തള്ളിക്കൊണ്ട് മതപ്രീണനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു ഇടതു വലത് മുന്നണികൾ ചെയ്തത്. ഒരു ഘട്ടത്തിൽ പോലും മുനമ്പൻ ജനതയെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനോ അവിടെയുള്ള എംപിമാർ, ഹൈബി എം പി അടക്കം എംപിമാർ, കേരളത്തിൽ നിന്നുള്ള LDF-ന്റെയും UDF-ന്റെയും എംപിമാർ തയ്യാറാവില്ല. അവിടെ തുടക്കം മുതൽ BJP നേതാക്കളും BJP നേതൃത്വവുമായിരുന്നു മുനമ്പൻ സമരത്തിന് പിന്തുണയുമായി എത്തുകയും ചെയ്തത്. അങ്ങനെ അവിടെ ബില്ല് പാസ്സായപ്പോൾ തന്നെ, അത് ആദ്യം ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും പാസ്സായപ്പോൾ 2 ദിവസങ്ങളിലും വലിയ ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു അവിടെ നടന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കടക്കം അഭിവാദ്യം അർപ്പിച്ചും ജയ് വിളിച്ചുകൊണ്ടുമാണ് അവിടെയുള്ള ജനങ്ങൾ മുന്നോട്ട് പോയത്. അതും കഴിഞ്ഞാണ് ഇപ്പോൾ ഒരു അഭിനന്ദൻ സഭ തന്നെ സംഘടിപ്പിക്കുന്നത്. NDA നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത് എങ്കിൽ കൂടി അവിടെ വരുന്ന ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത് മുനമ്പത്ത് സാധാരണക്കാരായ ജനങ്ങളാണ്, സമരപ്പന്തലിലുള്ള ആളുകളാണ്. മാത്രമല്ല, അതിനുശേഷം കേന്ദ്രമന്ത്രി ആ സമരപ്പന്തൽ സന്ദർശിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ കൂടി ഈ ഒരു ചടങ്ങുകളുടെ ഭാഗമായി മാറുന്നു. ഒന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്, മറ്റൊന്ന് ജോർജ് കുര്യനാണ്. ഇവർ 2 പേരും അവിടെ പങ്കെടുക്കുന്നുണ്ട് കിരൺ റിജിജുവിനോടൊപ്പം. ആദ്യാവസാനം അവിടുത്തെ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. BJP നേതാക്കളും ഒപ്പം തന്നെ BDGS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും ഈ ഒരു അഭിനന്ദൻ സഭയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ മുനമ്പൻ ജനത ഒന്നാകെ തന്നെ ഈ ഒരു BJPക്ക് ഒപ്പം കേന്ദ്ര സർക്കാരിനൊപ്പം കേന്ദ്രമന്ത്രിമാർക്കൊപ്പം നിൽക്കുന്നു. അവരെ അഭിനന്ദിക്കാൻ വേണ്ടി ഒരു പൊതു സഭ സംഘടിപ്പിക്കുന്നു. അഭിനന്ദൻ സഭ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കുള്ള പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഈ സമ്മേളനത്തെ വ്യത്യസ്തമാക്കുന്നത്.